സംസ്ഥാനത്തിന്റെ സർക്കാരും ഗവർണറും തീർത്തും വിരുദ്ധമായ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത് ഒട്ടും ആശാസ്യമല്ല. അടിമത്തം എന്നേ ഇല്ലാതാക്കിയ നാട്ടിൽ പാദപൂജ വീണ്ടും വേണമെന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ഗവർണറാണ്. ആ സന്ദേശം അനുസരിക്കേണ്ടത് കുട്ടികളാണ്. അവർക്ക് ലോകത്തെക്കുറിച്ചുള്ള ധാരണയാണ് അതോടെ തെറ്റുന്നത്. സിലബസിന്റെ ഭാഗം എന്ന നിലയിലാണ് ചില സ്കൂളുകൾ പാദപൂജ ഏറ്റെടുക്കുന്നത്. ഇത് അധ്യയനത്തിന്റെ ഭാഗമാണെന്ന തെറ്റിദ്ധാരണയാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. പഠിക്കുന്നത് RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ ആണെങ്കിലും ഇന്നാട് എത്തി നിൽക്കുന്ന വളർച്ച അവിടെയും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഒരു വിഭാഗം കുട്ടികൾ വേറൊരു ചിന്താ പദ്ധതിയുടെ ഭാഗമായി മാറും. അങ്ങനെ ഇന്നാടിന് മുന്നോട്ടു പോകാൻ കഴിയില്ല. വിഭാഗീയതയും വംശീയതയും ഒക്കെയാകും അതിന്റെ അനന്തരഫലങ്ങൾ. ബാലഗോകുലത്തിലോ RSS ശാഖയിലോ ആചാരങ്ങൾ നടത്തുന്നത് പോലെയല്ല വിദ്യാലയങ്ങളിൽ. അവിടെ 21ാം നൂറ്റാണ്ടിലെ ശീലങ്ങളാണ് നല്ലത്. സ്കൂളുകളിൽ സൂംബ ഡാൻസ് വേണ്ടെന്ന് SYS പറഞ്ഞപ്പോൾ അതിനെ മറ്റുള്ളവർ ഒറ്റക്കെട്ടായി തിരുത്താൻ ശ്രമിച്ചു. അതുപോലെ തന്നെ കുട്ടികൾ അധ്യാപകരുടെ പാദപൂജ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തിരുത്താനും മറ്റുള്ളവർ ഒറ്റക്കെട്ടായി ഇറങ്ങും. അത് മുന്നോട്ടു പോകാനുള്ള നാടിന്റെ ത്വരയുടെ ഭാഗമാണ്.